ഫിഫ ലോകകപ്പിന്റെ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് അങ്ങനെ തുടക്കമാവുകയാണ്. മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോയെ നേരിടും. പുലർച്ചെ 1:30 ബോസ്റ്റണിലാണ് മത്സരം. കഴിഞ്ഞ തവണത്തെ സെമി ഫൈനലിസ്റ്റുകൾ ഇത്തവണ ക്വാർട്ടറിൽ തന്നെ മുഖാമുഖം എത്തുന്നു. രണ്ട് കിഡിലൻ ടീമുകൾ. ഒരു ടീമിന് ആക്രമണമാണ് ശക്തിയെങ്കിൽ മറ്റൊരു ടീമിന്റെ കരുത്ത് പ്രതിരോധമാണ്. അങ്ങനെയുള്ള രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ എന്തും സംഭവിക്കാം ബോസ്റ്റണിൽ എന്ന് തന്നെയാണ്. പാരമ്പര്യത്തിലും കരുത്തിലും താരങ്ങളുടെ മികവിലും ഫ്രഞ്ച് പടയ്ക്കാണ് കൂടുതൽ കരുത്തെങ്കിലും മൊറോക്കോ അവരെ എഴുതി തള്ളാനാവില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം ബോസ്റ്റണിൽ എന്ത് സംഭവിക്കും എന്ന് തന്നെ. ഇനി ഇരു ടീമുകളുടെയും ലോകകപ്പിലെ പ്രകടനം എങ്ങനെയെന്നാണ്, ഇല്ലെങ്കിൽ അവർ നേർക്കുനേർ വന്നപ്പോൾ എങ്ങനെയാണ് അവരുടെ ചരിത്രം എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം ഇരു ടീമുകളുടെയും ഫിഫ റാങ്കിംഗ് എങ്ങനെയായിരുന്നു നോക്കാം. ഇരു ടീമുകളുടെയും ഫിഫ റാങ്കിംഗ് പരിശോധിക്കുമ്പോൾ ഫ്രാൻസ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. മൊറോക്കോ ആണെങ്കിൽ 6-ാം സ്ഥാനത്താണ്. ഇരു ടീമുകളും നേർക്കുനേർ വന്നത് 6 മത്സരങ്ങളിലാണ്. അതിൽ ഫ്രാൻസ് 4 കളികളിൽ ജയിച്ചു. മൊറോക്കോയ്ക്ക് ഒറ്റ മത്സരത്തിൽ പോലും ജയിക്കാനായില്ല. 2 മത്സരങ്ങളിൽ സമനിലയിൽ ഫ്രഞ്ച് പടയെ പിടിക്കാനായത് മാത്രമാണ് ആകെയുള്ള ഒരു ആശ്വാസം. പക്ഷേ ഇന്ന് ചരിത്രം കുറിച്ച് ആദ്യ ജയം നേടി സെമി ഫൈനലിലേക്ക് മുന്നേറാമെന്നാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ കരുതുന്നത്. പക്ഷേ ഫ്രാൻസ് ചരിത്രം ആവർത്തിച്ച് ജയത്തിന്റെ ആ തുടർച്ച ആവർത്തിച്ച ഒരിക്കൽ കൂടി മൊറോക്കോയെ അടിച്ചിടാമെന്നും പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അക്ഷയ് കൂടി ചേരുന്നുണ്ട്. അക്ഷയ്, സ്വാഗതം. നമ്മൾ തുടങ്ങി വെച്ചത് 2 ഉറ്റ സുഹൃത്തുക്കളെ കുറിച്ച് പറഞ്ഞാണ്. കിലിയൻ എംബാപ്പെ, അച്റഫ് ഹക്കീമി. എന്താണ് അവരുടെ പ്രകടനം എന്ന് നമ്മൾ കണ്ടതാണ്. ഈ ലോകത്ത് അവരുടെ മികവിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. ലോകത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ അല്ലെങ്കിൽ മുന്നേറ്റ നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമെങ്കിൽ അടുത്തയാൾ ആക്രമണങ്ങൾക്ക് തടയിടാൻ പറ്റിയ ഒരാളാണ്. തടയിടുന്നതിനപ്പുറത്ത് ഈ റൈറ്റ് ബാക്ക് പൊസിഷനിലെ ബെസ്റ്റാണ്. അതായത് ഈ ലോകകപ്പിൽ ഒരു ഗോളും 2 അസിസ്റ്റും ഹക്കീമി സ്വന്തം പേര് കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സുഹൃത്തുക്കൾ തമ്മിൽ പരസ്പരം പോരാടുന്നു. പക്ഷെ ഒരാൾ മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് പോകുകയുള്ളെന്നൊരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2022 ലോകകപ്പിലെ സെമി ഫൈനലിൽ തനിയാവർത്തനമാണ് ഈ ക്വാർട്ടർ ഫൈനൽ വരുന്നത്. അന്നും ഫ്രാൻസ് മൊറോക്കോ. അന്ന് ഫ്രാൻസിൻ്റെ മൊറോക്കോയുടെ ഒരു ഡ്രീം റണ്ണായിരുന്നു. ലോകകപ്പിലെ ഒരു ആഫ്രിക്കൻ രാജ്യം സെമി ഫൈനൽ വരെ എത്തുന്നു. അത് നല്ല രീതിയിൽ കളിച്ച് തന്നെ എത്തി. പക്ഷേ സെമി ഫൈനലിൽ അവർക്ക് ഫ്രാൻസിനോട് കാലിടുന്നു. ഫ്രാൻസ് അവരെ തോൽപ്പിച്ച് ഫൈനലിലെത്തി. പക്ഷേ അർജന്റീനയോട് ഫ്രാൻസ് കീഴടങ്ങി. പക്ഷേ ഒരു വെറുമൊരു മുന്നേറ്റം മാത്രമല്ലെന്ന് മൊറോക്കോ ഒരുപാട് അവിടുത്തെ അണ്ടർ 20 ഉൾപ്പെടെ ടൂർണമെന്റുകളിൽ കരുത്തുറ്റൊരു നിരയെ വളർത്തിയെടുക്കാൻ മൊറോക്കോയ്ക്ക് സാധിച്ചു. അതിന്റെ ഒരു ഫലം കൂടിയാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്ന ഒരു ക്വാർട്ടർ ഫൈനൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ 2 താരങ്ങളെ കുറിച്ച് എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം ഈ 2 താരങ്ങൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ 2 പേർക്കും നന്നായി അറിയാം ഒരാൾ എവിടെയാണ് ഒരു കരുത്തും രണ്ടുപേരുടെയും പ്ലസും മൈൻഡ് റീഡ് ചെയ്യുന്ന ഒരു കളി 2 പേർക്ക് ഉണ്ടാവും. ഇന്നത്തെ കഴിഞ്ഞ തവണ അന്തിമ വിജയം എംബാപ്പയ്ക്ക് ആയിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. പക്ഷേ അന്ന് കണ്ട അച്റഫ് ഹക്കീമി ആയിരിക്കില്ല ഇന്ന് എന്നുള്ളത് തന്നെ. ഇപ്പോൾ ആ സൗഹൃദത്തിന് ചെറിയൊരു ബ്രേക്ക് വന്നിട്ടുണ്ട്. അതായത് എംബാപ്പെ മാഡ്രിഡിലേക്ക് പോയി. അപ്പോൾ ആ പഴയ സൗഹൃദത്തിന്റെ ഒരു ഊഷ്മളത എത്രത്തോളം ഉണ്ട് എന്നതൊരു സംശയമുണ്ട്. പക്ഷേ വീറിനും വാശിക്കും ഒട്ടും കുറവുണ്ടാകില്ല എന്ന് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.